നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണ് ഉണ്ടായത്. ഇന്ന് സംസ്ഥാനത്ത് 4538 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച 20 പേർ മരണമടഞ്ഞു. 57,879 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,997 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്തത് 249 പേരാണ്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 67 പേർ ആരോഗ്യപ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 36,027 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 3,347 പേർ രോഗമുക്തരായിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,79,922 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 57,879 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. വലിയ തോതിലുള്ള വ്യാപനത്തിലേക്ക് പോകുമെന്ന ആശങ്കയാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ 7,000-ലേറെ കേസുകളാണ് ഉണ്ടായത്. ഇന്ന് ഫലം എടുത്തത് കുറച്ച് നേരത്തെയാണ്, റിവ്യൂ മീറ്റിംഗൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാവാം കുറഞ്ഞത്. സ്വാഭാവികമായും ഇതും കൂടി നാളത്തെ കണക്കിൽ വരികയാണ് ചെയ്യുക. ഇത്രയും നാൾ രോഗവ്യാപനത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്ന ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ രോഗനിയന്ത്രണത്തിൽ നാം ബഹുദൂരം മുന്നിലായിരുന്നു. അതിനാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇളക്കം വന്നിട്ടുള്ളത്. ശരാശരി 20 ദിവസം കൂടുമ്പോൾ രോഗികളുടെ എണ്ണം ഇരട്ടിക്കുന്നതായാണ് കാണുന്നത്. ഇന്ന് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവ്യൂ യോഗത്തിൽ ചർച്ച ചെയ്തു. വിവിധ വകുപ്പ് മേധാവികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം ജില്ലാ കലക്ടർമാരും ജില്ലാ പോലീസ് മേധാവികളും പങ്കെടുത്തു. കേസ് പെർ മില്യൺ കേരളത്തിൽ 5,143 ആയിരിക്കുന്നു. ഇന്ത്യൻ ശരാശരി 5,852. പക്ഷേ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ദേശീയ ശരാശരിയേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദേശീയ ശരാശരി 1.6%. കേരളത്തിലത് 0.4% മാത്രമാണ്. 0.4% മാത്രം. രോഗികൾ നമ്മൾ നൽകുന്ന മികച്ച പരിചരണത്തിൻ്റെയും സൗകര്യങ്ങളുടെയും ഗുണഫലമായാണ് ഈ രീതിയിൽ സംഭവിച്ചിട്ടുള്ളത്. രോഗികളുടെ എണ്ണം
വർദ്ധിച്ചതിന് ആനുപാതികമായി മരണപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം. രോഗവ്യാപനം ഉയരാതെ നോക്കിയാൽ മാത്രമേ മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കൂ. രോഗം കൂടുന്ന സ്ഥിതിവിശേഷമുള്ളതിനാൽ അതിനെ നേരിടുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ സർക്കാർ ശക്തമാക്കുകയാണ്. കുറഞ്ഞ ദിവസത്തിനിടയിൽ വലിയ തോതിലുള്ള വർധനയാണ്. ഈ സാഹചര്യത്തിൽ വ്യാപനം തടഞ്ഞു നിർത്തൽ വളരെ പ്രധാനമാണ്. വ്യാപന സാധ്യത കുറയ്ക്കാനുള്ള ഇടപെടൽ നേരത്തെ തന്നെ നാം തീരുമാനിച്ചതാണ്. കേരളത്തിൻ്റെ അന്തരീക്ഷം മാറിയതും ഇത് നടപ്പാക്കാൻ തടസ്സമായിട്ടുണ്ട്. ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പോലീസിന് ക്രമസമാധാന പാലനത്തിൽ വലിയ തോതിൽ ശ്രദ്ധിക്കേണ്ടതായി വന്നു. അപ്പോൾ അടിസ്ഥാനപരമായി ഒരു തടസ്സമായി ഇത് മാറി. പക്ഷേ ഇനി നമുക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. കർശന നടപടികളിലേക്ക് നീങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. സാമൂഹിക അകലം പാലിക്കാത്തവർക്ക് എതിരെ കർശന നടപടിയെടുക്കണം. അകലം പാലിക്കാതെ നിൽക്കുന്ന കടകളിൽ കട ഉടമകൾക്കെതിരെ നടപടി ഉണ്ടാവണം. ഇത് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. ഒരു കടയിൽ കടയുടെ വിസ്തീർണമനുസരിച്ച് എത്ര ആളുകൾക്ക് ഒരേ സമയം കടക്കാം. കടയിൽ കടന്നവർ എന്തെല്ലാം കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കണം, അതായത് ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആ കടയിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആ കടയിൽ ഒരേ സമയം നിൽക്കാവുന്ന ആളുകളിൽ അധികമുണ്ടായാൽ അവർ പുറത്ത് നിശ്ചിത അകലം പാലിച്ച് നിൽക്കണം, ക്യൂ ആയിട്ട് നിൽക്കണം, കൂട്ടം കൂടി നിൽക്കരുത്. ആ അകലം പാലിക്കുന്നതിന് സ്ഥലം മാർക്ക് ചെയ്ത് നിർത്തുകയും വേണം. ഇത്തരത്തിൽ കടയുടമയുടെ ഉത്തരവാദിത്വം വരികയാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കണമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ അത് അതേ രീതിയിൽ നടപ്പാക്കുന്നതിന് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വന്ന മാറ്റം തടസ്സം സൃഷ്ടിച്ചു. അപ്പം ഇതാണ് വീണ്ടും കർക്കശമാക്കാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പാലിച്ചില്ലെങ്കിൽ കടക്ക് നേരെയുള്ള നടപടികളുണ്ടാവും. കട അടച്ചിടേണ്ടതായിട്ടും വരും. അതേപോലെ തന്നെ കല്യാണത്തിന് 50 പേരാണ് സാധാരണ നിലയിൽ കൂടാവുന്നത്. ശവദാഹത്തിന് 20 പേര് എന്നും നേരത്തെ കണക്കാക്കിയതാണ്. ഇത് അതേ രീതിയിൽ തന്നെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതേ നിലയിൽ നടപ്പാക്കാൻ നല്ലതുപോലെ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഇതിലും മാറ്റം വരുന്നുണ്ട്. അത് സമ്മതിക്കാനാവില്ല. കാരണം ഈ കൂടിച്ചേരൽ, ആൾക്കൂട്ടം പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് വ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായി വരുന്നത്. ചില
പരിപാടികളിൽ പങ്കെടുത്തത്. ഇന്ന് ഒരു റിവ്യൂ മീറ്റിംഗ് നടന്നപ്പോൾ ആ റിവ്യൂ മീറ്റിങ്ങിൽ ഒരു കലക്ടർ സംസാരിക്കുന്നത് കേട്ടത്, ഒരു സ്ഥലത്ത് ശവദാഹത്തിൽ പങ്കെടുത്ത ഏറെക്കുറെ എല്ലാവർക്കും കോവിഡ് ബാധിച്ചു എന്നാണ്. ഇതാവശ്യമായ ശാരീരിക അകലം പാലിക്കാനും കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കാനും തയ്യാറാകാത്തതിൻ്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു. ഇതിന് ഇന്നുള്ള സംവിധാനം മാത്രം പോരാ. ഇപ്പോൾ ആരോഗ്യപ്രവർത്തകർ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, വളണ്ടിയർമാർ, പോലീസ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ, ഇങ്ങനെയെല്ലാം ഉള്ളവരാണ് കുറേ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തുടർച്ചയായി പ്രവർത്തിച്ചു ഇതിൻ്റെ ഭാരം താങ്ങിയും ചിലർ രോഗം വന്നുമെല്ലാം വല്ലാതെ ക്ഷീണത്തിലായിട്ടുണ്ട്. അപ്പോൾ പുതിയ ആളുകളെ ഈ രംഗത്ത് സഹായത്തിനായി നൽകേണ്ടി വരും. അതുദ്ദേശിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയുണ്ട്. സംസ്ഥാന സർക്കാർ സർവീസിൽ ഗസ്റ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഇക്കാര്യത്തിൽ സഹായിക്കാൻ പറ്റിയവരാണ്. അപ്പോൾ അത്തരം ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കും. അങ്ങനെയുള്ള ഗസ്റ്റഡ് ഓഫീസർമാർ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഈ കാര്യങ്ങളുടെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കും. അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം ഇവർക്ക് നൽകും. അതിന് പ്രത്യേകമായ ചില അധികാരങ്ങളും തൽക്കാലം അവർക്ക് നൽകും. അത്തരത്തിൽ ഒരു ഇടപെടൽ സംസ്ഥാനത്താകെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടാകണമെന്നാണ് കാണുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ ഒരാളാണെങ്കിൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും എടുത്താൽ ഒരാൾ പോരാതെ വരും. അപ്പോൾ ആവശ്യമായത്ര ആളെ നിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇതോടൊപ്പം പൊതുസ്ഥലത്ത് ഇറങ്ങുന്നവരും യാത്ര ചെയ്യുന്നവരുമെല്ലാം മാസ്ക് ധരിക്കണമെന്ന് നമ്മൾ കുറേ കാലമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാസ്ക് ധരിക്കാത്തവർക്കിപ്പോൾ പിഴയുമുണ്ട്. ഇത് കുറേ കാലമായല്ലോ. ഇപ്പോഴും മാസ്ക് ധരിക്കാത്ത ആളുകളുണ്ടാകുമ്പോൾ പിഴ വർദ്ധിപ്പിക്കേണ്ടതായി വരുമെന്നാണ് കാണുന്നത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. സംസ്ഥാനത്താകമാനം 225 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. രോഗലക്ഷണം കുറഞ്ഞതോ ഇല്ലാത്തതോ ആയ രോഗികളെ പരിചരിക്കുന്നതിനാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്രയും CFLTCകളിലായി 32,979 ബെഡുകളാണ് ഒരുക്കിയിട്ടുള്ളത്.
അതിൽ 19,478 ബെഡുകളിൽ ഇപ്പോൾ രോഗികളെ ചികിത്സക്കായി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. കോവിഡ് മുക്തർക്ക് പലവിധ അസുഖങ്ങൾ വരാനിടയുള്ളതായ റിപ്പോർട്ടുകളുണ്ട്. കോവിഡ് ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷം ചില അസുഖങ്ങൾ വരുന്നതായി പറയുന്നുണ്ട്. അതിനെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക് ആരംഭിക്കുന്ന കാര്യം ആലോചിക്കുന്നതാണ്. ആവശ്യമായ രീതിയിൽ പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രോഗലക്ഷണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ 38 കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളും സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ 18 അഡ്മിഷൻ ആരംഭിക്കുകയും 689 രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ICU സൗകര്യങ്ങൾ, വെന്റിലേറ്ററുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, ഇത്തരത്തിൽ രോഗികളുടെ പരിചരണത്തിനും സുരക്ഷയ്ക്കും ആവശ്യമായ സൗകര്യങ്ങളെല്ലാം സർക്കാർ പരമാവധി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ സ്ഥിതി കൂടുതൽ ഗുരുതരമായിട്ടുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. 918 പേർക്ക്. അതിൽ 900 പേർക്കും സമ്പർക്കം മൂലവുമാണ്. കോട്ടയം ജില്ലയിൽ എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളിലും കോവിഡ് ബാധിതരുണ്ട്. രോഗികളുടെ എണ്ണം കഴിഞ്ഞ 3 ദിവസമായി ഗണ്യമായി വർദ്ധിക്കുന്നു. വാഴപ്പള്ളി, കോട്ടയം, ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി, പാമ്പാടി തുടങ്ങിയ മേഖലകളിൽ സമ്പർക്ക വ്യാപനം ശക്തമാണ്. 10 ദിവസത്തിനുള്ളിൽ തൃശ്ശൂർ ജില്ലയിൽ വർദ്ധിച്ചത് 4000 രോഗികളാണ്. 60 വയസ്സിന് മുകളിലുള്ള 73 പേർക്കും 10 വയസ്സിന് താഴെയുള്ള 28 പേർക്കും ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചു. വയനാട് ജില്ലയിൽ കൗമാരക്കാരിലും യുവാക്കളിലുമാണ് കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്നതായി കാണുന്നത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 172 പേരിൽ 105 പേരും 10നും 40നും ഇടയിൽ പ്രായമുള്ളവരാണ്. 16 പേർ 10ൽ താഴെ പ്രായമുള്ളവർ. 12 പേർ 60ന് മുകളിൽ പ്രായമുള്ളവർ. കണ്ണൂർ ജില്ലയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് രോഗബാധ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിലെ ജീവനക്കാർക്ക് കോവിഡ് പ്രതിരോധ നടപടികളെയും സുരക്ഷാ മാർഗങ്ങളെയും കുറിച്ച് പരിശീലനം നൽകും. ജില്ലയിൽ 3 ആശുപത്രികൾ ഉൾപ്പെടെ 6 ആക്റ്റീവ് ക്ലസ്റ്ററുകളാണ് ഉള്ളത്. 13 ക്ലസ്റ്ററുകളിലെ രോഗബാധ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു. വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നടപടികളുടെ ഭാഗമായി ഒക്ടോബർ 1 മുതൽ 7 വരെ വ്യാപകമായ പ്രചരണ പരിപാടികൾ
ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ, NSS, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ ഇവരുടെ എല്ലാം പങ്കാളിത്തം ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ ഉറപ്പാക്കും. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഒക്ടോബർ 1 മുതൽ കോവിഡ് രോഗികൾക്ക് മാത്രമുള്ള ചികിത്സാ കേന്ദ്രമായി മാറും. അത്യാഹിത നിലയിലുള്ള കോവിഡ് രോഗികൾക്കായി 100 കിടക്കകളുള്ള വാർഡ് സജ്ജീകരിക്കും. 5 വെന്റിലേറ്ററുകൾ ഇവിടെ ഒരുക്കും. കോവിഡ് ബാധിച്ച ഗർഭിണികൾക്ക് ഇവിടെ ചികിത്സാ സൗകര്യമൊരുക്കും. രോഗവ്യാപനം ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ആവശ്യാനുസൃതമായ ക്രമീകരണങ്ങൾ എല്ലാ തലത്തിലും ഒരുക്കുകയാണ്. കോവിഡ് സെക്കൻഡറി കെയർ സെൻ്ററുകളിൽ B കാറ്റഗറിയിൽപ്പെട്ട തീവ്രലക്ഷണമുള്ളവരെ പ്രവേശിപ്പിക്കും. ഇതിൻ്റെ ഭാഗമായി നിലവിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികളിലേക്ക് കടന്നു. ഇവ സെക്കൻഡറി കെയർ സെൻ്ററുകളാക്കുകയും രോഗലക്ഷണങ്ങൾ പ്രകടമായവർക്ക് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഇവിടെ ചികിത്സയിൽ കഴിയുന്നവരെ ഡിസ്ചാർജ് ചെയ്യുന്ന മുറക്ക് രോഗലക്ഷണമില്ലാത്ത കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പനി, ചുമ, തൊണ്ടവേദന തുടങ്ങി നേരിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവർക്കും ഗൃഹചികിത്സ നിർദ്ദേശിക്കും. ഒരു വീട്ടിൽ ഒരാൾ പോസിറ്റീവായാൽ കുടുംബാംഗങ്ങളെ കർശനമായ ഗൃഹനിരീക്ഷണത്തിലാക്കും. രോഗലക്ഷണങ്ങളുള്ളവരെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യും. രോഗലക്ഷണങ്ങളില്ലാത്തവർ പനി, ചുമ, തൊണ്ടവേദന തുടങ്ങി ചെറിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവർ ആശുപത്രിയിൽ നിന്നും രോഗലക്ഷണങ്ങൾ ശമിച്ച് തിരികെ എത്തുന്നവർ എന്നിവർക്കാണ് ഗൃഹചികിത്സ. ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കാർക്കും പരിചിതമല്ലാത്ത സാഹചര്യമാണിത്. ഇതിനെ മറികടക്കാൻ സാധ്യമായ എല്ലാ വഴികളും സ്വീകരിക്കേണ്ടി വരും. എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഇതിനെ നേരിടേണ്ടത്. തുടക്കം മുതൽ സർക്കാർ ആ നിലപാടാണ് സ്വീകരിച്ചത്. ഗുരുതരമായ അടിയന്തര സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനെക്കുറിച്ച് ആലോചിക്കാനും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനും നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 4:30 ഓൺലൈൻ വഴിയാണ് യോഗം ചേരുക. ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം, നവമാധ്യമ സങ്കേതങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ ഹീനമായ ആക്രമണം നടത്തുന്ന സംഭവങ്ങൾ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. സ്ത്രീകളെ അവമാനിക്കുന്ന തരത്തിൽ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ, മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിലായി 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ആൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 364A(1), 509, കേരള പോലീസ് ആക്ട്
120(o) എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. വിവാദമായ വീഡിയോ നീക്കം ചെയ്യണമെന്ന് യൂട്യൂബ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു വ്യക്തിക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഭാഗ്യലക്ഷ്മി നൽകിയ പരാതിയിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം 364(a)(1)(4), 506, 509, കേരള പോലീസ് ആക്ട് 120(o) എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. IT ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി 2 കേസുകളിൽ ഉൾപ്പെടുത്താൻ കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട്. അനുവാദം ലഭിച്ചാൽ ഉടൻ തന്നെ ആ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയ ശേഷം കേസിൻ്റെ അന്വേഷണം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷന് കൈമാറും. ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും ആക്രമിച്ചെന്നും കാണിച്ച് ഭാഗ്യലക്ഷ്മിയും വിജയ് P. നായരും പ്രത്യേകം നൽകിയ പരാതികളിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെറുകിട സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കുകളിൽ പരമാവധി സംരംഭങ്ങൾ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീയുടെ സംരംഭ പദ്ധതിയും ചെറുകിട സൂക്ഷ്മ സംരംഭ പദ്ധതികളും ഇത്തരം ഉദ്ദേശത്തോടെയാണ് സർക്കാർ നടപ്പാക്കുന്നത്. സംരംഭകർക്ക് KFCയുടെ വായ്പാ അനുമതി പത്രം വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചു. പ്രളയബാധിതമായ 14 ബ്ലോക്കുകളിൽ കാർഷികേതര മേഖലയിൽ 16,800 പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. ഇതിനുള്ള മൂലധനം കുറഞ്ഞ പലിശക്ക് ബ്ലോക്ക് തല സമിതികൾ ലഭ്യമാക്കും. ഇതിനായി 70 കോടി രൂപയാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. പരമാവധി 2.5 ലക്ഷം രൂപ വായ്പ നൽകുന്ന 3000 വ്യക്തിഗത പദ്ധതികളും 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന 2000 സംഘപദ്ധതികളും ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 10,000 പേർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. സൂക്ഷ്മ ഇടത്തരം ചെറുകിട മേഖലയിൽ 2,550 സംരംഭങ്ങൾക്ക് അംഗീകാരം ലഭ്യമാക്കി. 2016-20 ഈ മേഖലയിൽ 5,231 കോടി രൂപയുടെ മൊത്ത നിക്ഷേപമുണ്ടായി. 1,54,341 ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കാനായി. പ്രതിവർഷം 1000 പുതിയ സംരംഭങ്ങളെന്ന നിലയിൽ 5 വർഷം കൊണ്ട് 5000 പുതിയ വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നതാണ് KFCയുടെ വായ്പാ പദ്ധതി. ഓരോ പദ്ധതിക്കും 90% വരെ വായ്പ KFC നൽകും. 3% സർക്കാർ സബ്സിഡിയോടെയാണ് വായ്പ നൽകുന്നത്. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവർക്ക് ഇതിനോടൊപ്പം മറ്റൊരു പിന്തുണ കൂടിയുണ്ട്.
നോർക്കയുമായി സഹകരിച്ച് 3% അധിക സബ്സിഡി വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 355 സംരംഭകർക്കാണ് തുടക്കത്തിൽ വായ്പാ അനുമതി പത്രം നൽകിയത്. 1300 അപേക്ഷയിൽ നിന്ന് യോഗ്യരെ കണ്ടെത്തി പരിശീലനവും മാർഗനിർദ്ദേശവും നൽകിയാണ് വായ്പ നൽകുന്നത്. ഇതോടൊപ്പം തൃശ്ശൂർ ജില്ലയിൽ കൈപ്പറമ്പ് ഇൻഡോർ സ്റ്റേഡിയം, കുന്നംകുളം സ്റ്റേഡിയം, കണ്ണൂർ ജില്ലയിലെ പ്ലാത്തറ ഇൻഡോർ സ്റ്റേഡിയം, പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര സ്റ്റേഡിയം ഇവയുടെ എല്ലാം ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ലോക നിലവാരമുള്ള കളിക്കളങ്ങൾ നാടെങ്ങും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച പരിശീലനം കായിക താരങ്ങൾക്ക് നൽകുന്നതിനും ഒപ്പം പ്രതിഭയുള്ള കുട്ടികൾക്ക് കളിച്ചു വളരാനും പൊതുജനങ്ങൾക്ക് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനും വിപുലമായ അവസരങ്ങളാണ് ഈ കളിക്കളങ്ങളിൽ ഒരുക്കുന്നത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 14 ജില്ലാ സ്റ്റേഡിയങ്ങൾക്കും 43 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സ്റ്റേഡിയങ്ങൾക്കും 1000 കോടി രൂപ അനുവദിച്ചു. കിഫ്ബി അംഗീകരിച്ച 43 കായിക സമുച്ചയങ്ങളിൽ 26 എണ്ണത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്ത് 43 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, 27 സിന്തറ്റിക് ട്രാക്കുകൾ, 33 സ്വിമ്മിംഗ് പൂളുകൾ, 33 ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഇവയെല്ലാം ഉണ്ടാകും. ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന ഉന്നത നിലവാരമുള്ള കളിക്കളങ്ങളാണ് ഒരുക്കുന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഇതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ 150 പഞ്ചായത്തുകളിലെ ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഇന്ന് തുടക്കമായിട്ടുണ്ട്. പഞ്ചായത്തുകളിലെ ഈ ഗവേണൻസ് രംഗത്ത് പുതിയ കാൽവെപ്പായിരിക്കും ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇൻഫർമേഷൻ മിഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 150 പഞ്ചായത്തുകളിൽ പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ പദ്ധതി നടപ്പിലാക്കുകയാണ്. പഞ്ചായത്തുകളിൽ നിന്ന് ലഭ്യമാകുന്ന 200-ലധികം സേവനങ്ങൾക്കുള്ള അപേക്ഷകൾ, പരാതികൾ, അപ്പീലുകൾ, നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ഓൺലൈനായി ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് അയക്കുന്നതിനുള്ള സൗകര്യമാണ് ഈ സംവിധാനത്തിലൂടെ ലഭ്യമാകുന്നത്. പുതിയ സംവിധാനത്തിൽ അപേക്ഷയോടൊപ്പം നൽകിയ ഇമെയിൽ ഐഡിയിലും അപേക്ഷകൻ്റെ യൂസർ ലോഗിനിലും സേവനങ്ങളും സാക്ഷ്യപത്രങ്ങളും അറിയിപ്പും ലഭ്യമാകും. നടപടികൾ പൂർത്തിയാകുമ്പോൾ അറിയിപ്പ് SMS ആയി അപേക്ഷകൻ ലഭ്യമാകും. ഒട്ടും കാലതാമസമില്ലാത്ത തരത്തിൽ സുതാര്യവും ലളിതവുമായ
നടപടിക്രമത്തിലൂടെ എല്ലാവർക്കും വീട്ടിലിരുന്നും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഈ സേവനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അപേക്ഷകരുടെ മുൻഗണനാടിസ്ഥാനത്തിൽ സോഫ്റ്റ്വെയർ വഴി പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാകും. ഫയലുകളെല്ലാം വെബ് അധിഷ്ഠിതമായാണ് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് ജീവനക്കാർക്ക് ആവശ്യമെങ്കിൽ വീട്ടിലിരുന്ന് ഓഫീസ് പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. സർക്കാർ നയത്തിനനുസൃതമായി ഓപ്പൺ സോഴ്സ് ടെക്നോളജിയിലാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുള്ളത്. അതിലൂടെ പഞ്ചായത്തുകൾക്ക് ലൈസൻസ് ഇനത്തിലുള്ള ഭീമമായ ചെലവ് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇതിലൂടെ വിനിമയം ചെയ്യപ്പെടുന്ന വിവരങ്ങൾ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. വലിയ തോതിൽ ജനസേവനം നടത്തുന്ന പഞ്ചായത്തുകൾക്ക് ഫലപ്രദമായി ഇടപെടുന്നതിനും പുതിയ സംവിധാനം വഴി കഴിയും. ഇന്ന് ശബരിമല തീർത്ഥാടനത്തെക്കുറിച്ചുള്ള ഒരുക്കങ്ങളുടെ കാര്യത്തിലുള്ളൊരു യോഗം നടന്നിരുന്നു. ശബരിമല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനവും മകരവിളക്കും പ്രതീകാത്മകമായി ചുരുക്കാതെ പരിമിതമായ എണ്ണം തീർത്ഥാടകരെ അനുവദിച്ചുകൊണ്ട് നടത്തുന്നതിനാണ് തീരുമാനിച്ചത്. ശബരിമല ലക്ഷക്കണക്കിൽ ആരാധകരെ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കോവിഡ് വലിയ തോതിൽ വ്യാപിക്കുന്നൊരു സാഹചര്യത്തിൽ ശബരിമലയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് എത്തിപ്പെടുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ പരിമിതി ഏർപ്പെടുത്തി. എന്നാൽ ശബരിമല തീർത്ഥാടനത്തിൻ്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപടിക്രമങ്ങളും അതേപോലെ തന്നെ അനുവർത്തിക്കുക എന്ന നിലയാണ് ഇന്നത്തെ യോഗം കൈക്കൊണ്ടത്. ഇതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരും. അതിലേറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവ. പോണ്ടിച്ചേരിയും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് സാധാരണ ഒരു നിയന്ത്രണവുമില്ലാതെ ആളുകൾക്ക് വരാം. ഇത്തവണ അത് പറ്റില്ല. ഒരു നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രമേ വരാൻ പറ്റൂ. ആ എണ്ണം എത്രയാവാം എന്നത് എല്ലാ സ്ഥിതിഗതികളും ശരിയായ രീതിയിൽ വിലയിരുത്തി പ്രിൻസിപ്പൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന ചീഫ് സെക്രട്ടറി, സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റി ശുപാർശ ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പോലീസ് മേധാവി, ഹോം സെക്രട്ടറി, ദേവസ്വം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരടങ്ങിയ സമിതി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്.
ഏതെങ്കിലും വകുപ്പ് സെക്രട്ടറിയെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്താനുള്ള അധികാരവും ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ, ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനങ്ങളിൽ പോയി അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യണം. അതിൻ്റെ കൂടെ ആവശ്യമായ പ്രചരണത്തിനുള്ള സംവിധാനങ്ങളും ഒരുക്കണം. അതോടൊപ്പം തന്നെ ആന്ധ്ര, തെലുങ്കാന, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി ദേവസ്വം മന്ത്രിതലത്തിൽ ചർച്ച നടത്താനും ആശയങ്ങൾ കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന് പൂർണ്ണമായും വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെയാണ് തീർത്ഥാടകർ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അത് നിശ്ചിത എണ്ണം തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും ഈ വർഷത്തെ പ്രവേശനം. അപ്പോൾ ഓരോ തീർത്ഥാടകനും എത്തിച്ചേരേണ്ട സമയം കൃത്യമായി നിശ്ചയിക്കും. തീർത്ഥാടകരുടെ കൂട്ടത്തിൽ 65 വയസ്സിന് മേലെയുള്ളവർ ഒഴിവാകുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ കുട്ടികളും ഒഴിവാകേണ്ടതായിട്ടുണ്ട്. കോവിഡ് രോഗബാധിതർ തീർത്ഥാടനത്തിന് എത്താതിരിക്കുക, അത് ഇതോടൊപ്പം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിനായി വിവിധ കേന്ദ്രങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി കോവിഡ് സർട്ടിഫിക്കറ്റോടുകൂടി, കോവിഡ് മുക്തമാണ് എന്ന സർട്ടിഫിക്കറ്റോടുകൂടി തീർത്ഥാടകൻ വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ ആരോഗ്യവകുപ്പിൻ്റെ സഹായത്തോടെ മറ്റൊരു ടെസ്റ്റും നടത്തും. തീർത്ഥാടകർ സാധാരണ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ പോയി ദർശനം നടത്തുന്നതിന് മുൻപായാലും അതിന് ശേഷമായാലും കുറേ സമയം ശബരിമലയിൽ ചെലവിട്ട് തിരിച്ചു വരുന്ന രീതിയാണ് ഉണ്ടാകാറ്. എന്നാൽ ഇത്തവണ അത് പറ്റില്ല. ശബരിമലയിലെത്തി ദർശനം നടത്തി ഉടനെ തന്നെ തിരികെ മലയിറങ്ങണം. ആ രീതിയിലുള്ള ഒരുക്കമാണ് ഇക്കാര്യത്തിൽ നടത്തുക. അതോടൊപ്പം ശബരിമലയിൽ വിരിവെക്കാനോ തങ്ങാനോ അനുവദിക്കില്ല. നിലക്കലിൽ പരിമിതമായ രീതിയിൽ വിരിവെക്കാനുള്ള സൗകര്യമുണ്ടാകും. അതും വളരെ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവില്ല. കുടിവെള്ള വിതരണത്തിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. അത് പമ്പയിൽ നിന്ന് ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം കൊടുക്കും. 100 രൂപ അടക്കണം. ശബരിമലയിൽ കയറി തിരിച്ചു വന്ന് ഈ പാത്രം ഏൽപ്പിച്ചാൽ 100 രൂപ തിരിച്ചു വാങ്ങാം. അപ്പോൾ 100 രൂപ തിരിച്ചു വാങ്ങേണ്ടവർക്ക് മടങ്ങി വന്ന് പാത്രം ഏൽപ്പിച്ചാൽ രൂപ തിരിച്ചു കിട്ടും.
അതോടൊപ്പം അന്നദാനം ഒരു വിശിഷ്ടമായ ചടങ്ങാണ് അവിടെ. അത് ഇത്തവണയും തടസ്സമില്ല. പക്ഷേ ഇത്തവണത്തെ അന്നദാനം ഈ പരിമിതമായ ആളുകൾക്ക് മാത്രമേ വേണ്ടതുള്ളൂ. അപ്പോൾ നേരത്തെ ഉള്ളതുപോലെ വലിയ തോതിലുള്ള അന്നദാനം നടത്തേണ്ടതായിട്ട് വരില്ല. നിശ്ചിത സമയത്ത് വരുന്നവർക്ക് മാത്രം അന്നദാനം നടത്തുക. ഇത്തവണയുള്ള മറ്റൊരു പ്രയാസം, ഒരാൾ ഉപയോഗിച്ച പ്ലേറ്റ് വൃത്തിയാക്കി മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പേപ്പർ പ്ലേറ്റിൽ അന്നം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാനിറ്റേഷൻ സൊസൈറ്റി വഴി തമിഴ്നാട്ടിലെ തൊഴിലാളികളെ വിന്യസിച്ചായിരുന്നു മുൻ വർഷങ്ങളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തീർത്ഥാടകരുടെ എണ്ണം ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള സമിതി നിശ്ചയിക്കുന്ന മുറക്ക് എത്ര തൊഴിലാളികളെ ഇതിന് ലഭ്യമാക്കണം എന്ന് തീരുമാനിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. അവശ്യ സാധനങ്ങളുടെ ലഭ്യതയ്ക്ക് കടകളുടെ ലേലം ചെയ്തു പോകാനുള്ള സാധ്യത കുറഞ്ഞതിനാൽ കൺസ്യൂമർ ഫെഡ്, സപ്ലൈകോ തുടങ്ങിയവയുടെ സേവനം ലഭ്യമാക്കും. KSRTC ബസ്സിൽ തീർത്ഥാടകർക്ക് സാമൂഹ്യ അകലം പാലിക്കുന്ന തരത്തിൽ കൂടുതൽ എണ്ണം ബസ്സുകൾ വിന്യസിക്കും. മറ്റൊരു പ്രശ്നമുള്ളത്, ഭക്തർ മല കയറുമ്പോൾ മാസ്ക് ധരിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ മല കയറുന്ന ഘട്ടത്തിൽ മാസ്ക് ധരിക്കുന്നത് അത് ആരോഗ്യ പ്രശ്നം ആരോഗ്യവകുപ്പ് പരിശോധിക്കേണ്ടതാണെന്ന് കണ്ടിട്ടുണ്ട്. ഇത് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത്. സാധാരണഗതിയിൽ എക്സസൈസ് എടുക്കുമ്പോഴൊക്കെ ഈ മാസ്ക് വേണ്ട എന്ന് പറയുന്നൊരു നിലയുണ്ട്. ഇത് വലിയ ആയാസപ്പെട്ടൊരു പണിയാണല്ലോ മല കയറൽ. അപ്പോൾ ആ ഘട്ടത്തിൽ മാസ്ക് ഉണ്ടാകുന്നത് ഗുണകരമാണോ എന്നുള്ളത് ആരോഗ്യവകുപ്പ് പരിശോധിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത്. നെയ്യഭിഷേകത്തിനുള്ള നെയ്യ് ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന സ്ഥലത്ത് ശേഖരിക്കും. എന്നിട്ടത് അഭിഷേകം നടത്തിയ നെയ്യ് തീർത്ഥാടകന് ലഭ്യമാക്കാൻ പ്രത്യേക ക്രമീകരണം ഉണ്ടാക്കുന്ന കാര്യവും പരിശോധിക്കുന്നതാണ്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്ര പൂർണ്ണമായും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് മാത്രമേ ഇത്തവണ നടത്താനാവുകയുള്ളൂ. പമ്പ, എരുമേലി എന്നിവിടങ്ങളിൽ സ്നാനഘട്ടങ്ങളിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പമ്പയിലൊക്കെ ഇറങ്ങിക്കുളിക്കുക എന്ന് പറയുന്നത് ഇത്തവണ പ്രയാസമുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ഷവർ സിസ്റ്റം ഉണ്ടാക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും. ഇത്രയുമാണ് ഇന്ന് വിവരങ്ങൾ കൈമാറാനുള്ളത്.